നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. CPM കൊടകര ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് പ്രതിഷേധങ്ങൾ വിവിധയിടങ്ങളിൽ നടത്തി. കുടിവെള്ളത്തിനും കാർഷികാവശ്യങ്ങൾക്കും വെള്ളം തുറന്നുവിടുന്ന പീച്ചി ഇടതുകര കനാൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി. ദുരിതം പേറി അളഗപ്പ നഗർ പഞ്ചായത്തിലെ ചൈതന്യ നഗർ നിവാസികൾ. ശാസ്ത്രഭൂം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച വയോധികയുടെ സംസ്കാരം നടത്തി. മീനാക്ഷിയുടെ കുടുംബത്തിന് അടിയന്തരമായി നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് KK രാമചന്ദ്രൻ MLA. കൊടകര പുത്തൂക്കാവ് ഈശ്വരമംഗലം ശിവക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി വരന്തരപ്പള്ളിയിൽ സാംസ്കാരിക കലാമേള സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര CPM ഏരിയ പ്രതിനിധി സമ്മേളനം ആമ്പല്ലൂരിൽ ആരംഭിച്ചു. ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPM കൊടകര ഏരിയ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ കൂടാതെ CPM കൊടകര ഏരിയയിലെ 13 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി തെരഞ്ഞെടുത്ത 145 പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. TA രാമകൃഷ്ണൻ, KJ ഡിക്സൺ, സരിത രാജേഷ്, PR പ്രസാദൻ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. ഏരിയ സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ പ്രതിനിധികളുടെ ചർച്ച, പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി തെരഞ്ഞെടുപ്പ് എന്നിവ വെള്ളിയാഴ്ച നടക്കും. ശനിയാഴ്ച വൈകിട്ട് 4-ന് ആമ്പല്ലൂർ അളഗപ്പ ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ നിന്നും ആമ്പല്ലൂർ ജോർജ് ടൗണിലേക്ക് ചുവപ്പ് സേന മാർച്ച് പ്രകടനം, തുടർന്ന് പൊതുയോഗം എന്നിവ ഉണ്ടാകും. വൈകിട്ട് 5-ന് സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലുമായി ഇതിനോടകം പൂർത്തീകരിക്കപ്പെട്ടില്ല. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ഈ ഡിസംബർ മാസം അവസാനത്തോടെ എല്ലാ ഏരിയ സമ്മേളനങ്ങളും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 11 സമ്മേളനങ്ങൾ തൃശൂർ ജില്ലയിൽ. ഇരയായി പിടഞ്ഞു വീണു മരിച്ചവർ, ഭരണകൂടത്തിന്റെ കിങ്കരന്മാരുടെ ആക്രമണങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയായി കൊല്ലപ്പെട്ടവർ, യുദ്ധഭ്രാന്ത് പരത്തി സൈനിക നീക്കങ്ങളിലൂടെയും അധിനിവേശത്തിലൂടെയും കൊല്ലപ്പെട്ടവർ ഉൾപ്പെടെയുള്ള മുഴുവൻ പേരുടെയും വേർപാടിൽ സമ്മേളനം അനുശോചിക്കുന്നു. പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി വിവിധ ഘടക സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് നമ്മുടെ ഏരിയയിലെ എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും അതുപോലെ തന്നെ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. പോരാളികളാണ് അതിൽ കയ്യൊപ്പ് ചാർത്തുക. ത്യാഗസന്നദ്ധതയാണ് അതിൻ കൊടിയടയാളം. ആയുധത്തിന്റെ മൂർച്ചകൾ വിജയിച്ചത് കേവലം ജീവൻ തുടിക്കുന്ന ശരീരങ്ങളെ മാത്രമാണ്. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പല്ലൂർ KSEB ഓഫീസിന് മുൻപിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷെറിൻ തേർമടം ഉദ്ഘാടനം ചെയ്തു. 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കുന്നതിനു വേണ്ടി 25 വർഷത്തേക്കുള്ള കരാർ സാങ്കേതികത്വം പറഞ്ഞു റദ്ദാക്കി യൂണിറ്റിന് 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 3 പൈസ വരെ കൊടുത്താണ് സർക്കാർ ഇപ്പോൾ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ജനങ്ങളെയും വകുപ്പിനെയും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കും കടക്കണിയിലേക്കും തള്ളിയിടുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പ്രതിഷേധ യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സിജോ പുന്നക്കര, മനോജ് സുന്ദർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ TK സിനോജ്, ആൻ സാൻഡോ, ആസ്റ്റൽ പുതുക്കാട്, മണ്ഡലം പ്രസിഡന്റുമാരായ ഹരൻ ബേബി, ജിജോ പുന്നക്കര എന്നിവർ പ്രസംഗിച്ചു.
വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മഹിളാ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി ചൂട്ടുകത്തിച്ചു നടത്തിയ പ്രതിഷേധ ധർണ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് റിജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി റീന ഫ്രാൻസിസ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ ഷൈനി ജോജു, ആൻസി ജോബി, പ്രീതി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജേക്കബ് തൃക്കൂക്കാരൻ, ട്രഷറർ KT സണ്ണി, CV ഷാജു, ബിജു കണ്ണത്ത്, ഷാജു അരങ്ങാട്ടുകരക്കാരൻ, സെബി ചുണ്ടക്കാട്ടിൽ, KS പ്രകാശ് എന്നിവർ സന്നിഹിതരായി. ഇന്നത്തെ സമരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പൊ ഇത് വീണ്ടും ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു. അത് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം എത്രയാ വ്യത്യാസമുള്ളത്. കുടിവെള്ളത്തിനും കാർഷികാവശ്യങ്ങൾക്കും വെള്ളം തുറന്നുവിടുന്ന പീച്ചി ഇടതകര കനാൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി. ദുരിതം പേറി അളഗപ്പനഗർ പഞ്ചായത്തിലെ ചൈതന്യ നഗർ നിവാസികൾ. അളഗപ്പനഗർ പഞ്ചായത്തിലെ 3-ാം വാർഡ് ചൈതന്യ നഗർ വഴി കടന്നുപോകുന്ന കനാൽ കൊണ്ട് പ്രദേശവാസികൾക്ക് യാതൊരുവിധ പ്രയോജനവുമില്ല. അതേസമയം വലിയ ദുരിതവും. കഴിഞ്ഞ ദിവസങ്ങളിൽ കനാൽ വഴി വെള്ളം തുറന്നുവിട്ടപ്പോൾ പ്രദേശത്തേക്ക് ഒഴുകിയെത്തിയത് ചീഞ്ഞളിഞ്ഞ മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ വൻതോതിലുള്ള മാലിന്യമാണ്. കനാലിൽ ഉടനീളം കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളാണ്. കുടിവെള്ളത്തിനും കാർഷികാവശ്യങ്ങൾക്കുമായി തുറന്നുവിടുന്ന വെള്ളത്തിലാണ് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. വാർഡ് മെമ്പർ പ്രിൻസ് തയ്യാലക്കൽ അടക്കമുള്ളവർ ഇടപെട്ടാണ് മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ തീയിട്ട് നശിപ്പിച്ചത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന കനാൽ പരിസരത്ത് കനത്ത ദുർഗന്ധമാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഛർദിയും അസ്വസ്ഥതയും പതിവാണെന്ന് പരിസരവാസിയായ അബി സെബാസ്റ്റ്യൻ പറഞ്ഞു. ഞങ്ങൾ കനാലിൽ വെള്ളം വിടുമ്പോൾ നിറയെ വേസ്റ്റുകളാണ് കൂടുതൽ ഭാഗം വരുന്നത്. അത് വന്ന് അടിഞ്ഞു വെള്ളം നിൽക്കുമ്പോൾ 2-3 ദിവസം വെള്ളം വിടും. പിന്നെ അത് കഴിഞ്ഞാൽ വെള്ളം സ്റ്റക്കായി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റുകൾ, അതായത് മൃഗത്തിൻ്റെ ഈ പോത്തിൻ്റെയും അതിൻ്റെ പോട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ നിറയെ വന്ന് അടിഞ്ഞുകൂടി ഇങ്ങനെ കിടക്കുകയാണ്. അത് വന്ന് ചീഞ്ഞ് കിടന്ന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഈ വെള്ളം നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല. കുറേ നാളത്തേക്ക് ഛർദിയും വയ്യായൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ. ഈ വെള്ളം വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഈ കനാലുമുള്ളവർക്ക് അനുഭവിക്കാനുള്ളതല്ല. ഞങ്ങൾക്ക് ഈ കനാലിൽ വെള്ളം വന്നിട്ട് ഞങ്ങൾക്കൊരു പ്രയോജനം ഇല്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ ഇവിടെ എത്തുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ച് കനാൽ പാലത്തിന് സമീപം കെട്ടിക്കിടക്കുകയാണ്. സമീപത്തെ കിണറുകളിലെ വെള്ളം പാടകെട്ടി ഉപയോഗശൂന്യമാകുന്നതായും തങ്ങൾ പകർച്ചവ്യാധി ഭീഷണിയിലാണെന്നും സമീപവാസിയായ സുബ്രൻ ആലുങ്ങൽ പറയുന്നു. ഞങ്ങൾക്ക് ഈ കനാലിൽ വെള്ളം വരുന്നത് ഈ വേസ്റ്റൊക്കെ തടഞ്ഞിട്ട് ഞങ്ങൾക്ക് കുട്ടികൾക്കോടൊന്നും കിടക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഇപ്പൊ ഛർദിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുപോയി വന്നുള്ള ഡോക്ടറെ തീർന്നായിട്ട് ഇവിടെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ വന്നു കൂടി ഈ പട്ടിയും പൂച്ചയും പോത്തും ഇതൊക്കെ വന്ന് കേൾക്കുക. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് മാറ്റി ഇത്ര ഇതിലും വിടാണ്ടിരിക്കുക വെള്ളം. എന്താ കാര്യം ഒരു ഇതൊക്കെ വിട്ടിട്ട് ഒന്നല്ലെങ്കിൽ അവർ സൈഡ് കെട്ടി അടി നിരപ്പാക്കി കൊണ്ട് പോവുക. ഇതതുമില്ലേ, പെരയുടെ അടിയോടെയൊക്കെയാ ഓരോടുക്കുന്നത്. കനാലിന് സമീപത്തെ ഇറിഗേഷൻ വകുപ്പിന്റെ പൈപ്പ് പൊട്ടി 7 മാസത്തോളമായി അധികൃതർ നടപടി സ്വീകരിക്കാതായതോടെ വലിയ തോതിൽ വെള്ളം പാഴായിപ്പോയതായും ഈ വെള്ളവും കനാലിൽ കെട്ടിക്കിടന്ന് കൊതുക് ശല്യം വർദ്ധിച്ചതായും ഇവർ പരാതിപ്പെട്ടു. മാലിന്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ പരാതി നൽകിയതോടെ സ്ഥലത്തെത്തിയ ആരോഗ്യവകുപ്പ് അധികൃതർ ഇടപെട്ടതോടെയാണ് ഇറിഗേഷൻ വകുപ്പ് പൈപ്പിന്റെ തകരാർ പരിഹരിച്ചത്. കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറേയൊക്കെ പ്രദേശവാസികൾ നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും വൻതോതിലാണ് ഇവ കനാലിൽ എത്തുന്നത്. പ്രദേശവാസികൾക്ക് യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത കനാൽ ശാസ്ത്രീയമായി നവീകരിച്ച് തങ്ങളുടെ ദുരിതം പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും പ്രദേശവാസിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ദിനേശ് പറഞ്ഞു. ഇവിടെ പീച്ചി ഇടതുകര കനാലിന്റെ 13/600 എന്ന പോയിന്റിൽ ഞങ്ങൾ ഈ പരിസരത്തുള്ള ആളുകൾക്ക്
ശാസ്ത്രീയമായി ശരിക്കും പറഞ്ഞ ഇറിഗേഷൻ കനാൽ വൃത്തിയാക്കി കൊണ്ടുപോകാത്തതിൻ്റെ ബുദ്ധിമുട്ട് കാരണം വർഷാവസാനം അത് വേനൽക്കാലം എന്ന സമയത്ത് കൃഷി ആവശ്യത്തിനും ആളുകളുടെ കുടിവെള്ള ബുദ്ധിമുട്ടിനും വേണ്ടി പീച്ചി ഇടതുകര കനാലിൽ കൂടെ വെള്ളം വിടാറുണ്ട്. ഇതിപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് സത്യം പറഞ്ഞ മണ്ണമ്പട്ട മുതൽ ഈ ആമ്പല്ലൂർ വരെയുള്ള ആളുകൾക്കൊന്നും ഈ ഇറിഗേഷൻ്റെ വെള്ളത്തിൻ്റെ എന്താ പറയുക കാര്യമായ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. കാരണം കുടിവെള്ളത്തിൽ പോലും ഈ വെള്ളം വരുന്നതിൽ കൂടി ചത്ത് ചീഞ്ഞ് വരുന്ന ഒരുപാട് മൃഗങ്ങളുടെയും അതുപോലെ മാംസ വേസ്റ്റുകളും കാരണം വെള്ളത്തിൻ്റെ നമുക്ക് കിണറിലുള്ള വെള്ളത്തിൽ ഒരു ഓയില് മാതിരി എണ്ണ കെട്ടിയെടുക്കുന്ന മാതിരിയൊക്കെ ആയിട്ട് വളരെ മാരകമായിട്ട് അസുഖങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം വരുന്ന ഈ കനാല് പരിസരത്ത് താമസിക്കുന്ന ആമ്പല്ലൂർ ഗ്രൗണ്ടിന് സമീപം വരുന്ന ആമ്പല്ലൂർ ജംഗ്ഷൻ വരുന്ന ആളുകൾക്ക് ഒന്നും തന്നെ ഈ വെള്ളത്തോണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ഉപയോഗമില്ല. കാരണം കുടിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം, കുടിവെള്ളം പോലും മോശമാവുന്ന രീതിയിലാണ് കാണുന്നത്. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കണം. ഒരു സൊല്യൂഷൻ അതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സാധ്യത ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഇതിനെതിരെയുള്ള നടപടികൾക്ക് മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിനായി അധികൃതരെ സമീപിച്ചതായും കുടിവെള്ളം മലിനമാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കുടിവെള്ളത്തിനും കാർഷികാവശ്യങ്ങൾക്കും വെള്ളം തുറന്നുവിടുന്ന ഈ കനാൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായതോടെ അളഗപ്പ നഗർ പഞ്ചായത്തിലെ ചൈതന്യ റോഡ് നിവാസികൾ നേരിടുന്ന ദുരിതം ചെറുതൊന്നുമല്ല. ഈ കനാൽ ശാസ്ത്രീയമായി നവീകരിച്ച് ഇവരുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ശാസ്തഭൂവം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച വയോധികയുടെ സംസ്കാരം നടത്തി. കാടർ വീട്ടിൽ പരമേശ്വരന്റെ ഭാര്യ 71 വയസ്സുള്ള മീനാക്ഷിയാണ് മരിച്ചത്. KK രാമചന്ദ്രൻ MLA, പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, ആദിവാസി ക്ഷേമസമിതി സംസ്ഥാന കമ്മിറ്റി അംഗം തിലകമണി എന്നിവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മീനാക്ഷിയുടെ കുടുംബത്തിന് അടിയന്തരമായി നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് KK രാമചന്ദ്രൻ MLA ആവശ്യപ്പെട്ടു. ചാലക്കുടി DFOയുമായി MLA ചർച്ച നടത്തുകയും അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് DFO അറിയിക്കുകയും ചെയ്തു. ശാസ്താംപൂവം ആദിവാസി നഗറിൽ നിന്ന് 10 കിലോമീറ്ററോളം അകലെ ആനപ്പാന്തം ചെറങ്കയത്തിന് സമീപത്തെ കടുക്കത്തോടിന് സമീപം ബുധനാഴ്ച രാവിലെ 11ഓടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ആദിവാസികൾ നേരത്തെ താമസിച്ചിരുന്ന ആനപ്പാന്തത്തേക്കുള്ള ജീപ്പ് റോഡിലാണ് മൃതദേഹം കിടന്നിരുന്നത്. ശാസ്താംപൂവം ആദിവാസി നഗറിലെ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. മകൻ പ്രഭാകരൻ, മരുമകൾ ഇന്ദിര. കൊടകര പുത്തൂക്കാവ് ഈശ്വരമംഗലം ശിവക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ശ്രീഭൂതബലി, ശീവേലി, കാഴ്ചശീവേലി, പഞ്ചാരിമേളം, പഞ്ചവാദ്യം, പാണ്ഡിമേളം, കലാക്ഷേത്ര സംഗീത വിദ്യാലയത്തിന്റെ ഭക്തിഗാനമേള, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് മനക്കൽ മാധവൻ നമ്പൂതിരി, മേൽശാന്തി അഴകത്ത് മഠത്തിൽ മോഹനൻ എംബ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി, പഞ്ചവാദ്യത്തിന് കലാമണ്ഡലം സോമനും, മേളത്തിന് കൊടകര ഉണ്ണിയും നേതൃത്വം നൽകി. മനക്കുളങ്ങര ലയൺസ് ക്ലബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. P. രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാലക്കാട് അഹല്യ കണ്ണാശുപത്രി ചേർന്ന് നടത്തുന്ന നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് 158 എത്തിച്ചേർന്നിരിക്കുകയാണ്. 5475 നേത്രരോഗികൾക്ക് തിമിര ശസ്ത്രക്രിയ നടത്താൻ ഞങ്ങൾക്ക് ഇതിനകം സാധിച്ചിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മഹാസംഗമത്തിന് വേദിയാവുകയാണ് കല്ലൂർ സെന്റ് റാഫേൽ UP സ്കൂൾ. സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് മഹാസംഗമം ഒരുക്കുന്നത്. സ്നേഹമുള്ളവരെ, കല്ലൂർ സെന്റ് റാഫേൽ UP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി 2027 ആഘോഷിക്കുവാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് ഇവിടെ നിന്നും പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരു സംയുക്ത മീറ്റിംഗ് 15-ാം തീയതി ഞായറാഴ്ച രാവിലെ 10:30 മണിക്ക് സ്കൂൾ ഹാളിൽ വെച്ച് കൂടുകയാണ്. എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു.
ഡിസംബർ 15 ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന ചടങ്ങ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ ഫാദർ ജോയ് കൊള്ളന്നൂർ അധ്യക്ഷനാകും. GST ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് കമ്മീഷണറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ സാജു നമ്പാടൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സ്കൂളിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന അധ്യാപകരും ചടങ്ങിൽ പങ്കെടുക്കും. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ TV അച്യുത വാര്യർ സ്മാരക അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ TV അച്യുത വാര്യർ സ്മാരക അവാർഡുകൾ പ്രഖ്യാപിച്ചു. പ്രാദേശിക പത്രപ്രവർത്തകനുള്ള അവാർഡ് മാതൃഭൂമിയുടെ പുതുക്കാട് ലേഖകനായ ശ്രീശോഭും, ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് ACV തൃശൂർ പ്രാദേശിക ലേഖകൻ പ്രദീപ് ഉണ്ണിയും കരസ്ഥമാക്കി. ഞായറാഴ്ച വൈകിട്ട് 5 നടക്കുന്ന പ്രസ് ക്ലബിന്റെ 16ാം വാർഷികാഘോഷ ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ അവാർഡുകൾ വിതരണം ചെയ്യും. ചടങ്ങിൽ മന്ത്രി K രാജൻ മുഖ്യാതിഥിയാകും. അരുണാചൽ സ്റ്റേറ്റ് റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ നേതൃത്വത്തിൽ മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ സന്ദർശനം നടത്തി. ഗ്രാമപഞ്ചായത്തിന്റെ ഘടന, പ്രവർത്തന രീതി, വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനം, CDSുമായുള്ള സംയോജനം എന്നീ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പുതാബ് മുഗ്ലി, തമർബാഗി, കോജിയന എന്നിവർ നയിക്കുന്ന 24 അംഗങ്ങളാണ് സന്ദർശനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റ്ലപ്പള്ളി പഞ്ചായത്തിലെ വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. കൂടാതെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബാലചന്ദ്രൻ, ആസൂത്രണ സമിതി അംഗം ഡോക്ടർ കേസരി മേനോൻ എന്നിവർ പഞ്ചായത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ പങ്കുവച്ചു. കുടുംബശ്രീ ഗ്രാമപഞ്ചായത്തുമായുള്ള സംയോജനം, ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി ആസൂത്രണം, പ്രവർത്തന രീതി എന്നീ വിഷയങ്ങൾ വിശദീകരിക്കുകയും അംഗങ്ങളുമായി സംവദിക്കുകയും ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ, ഭരണസമിതി അംഗങ്ങളായ തോമസ് തൊഗലത്ത്, AS സുനിൽകുമാർ, നിജി വത്സൻ, മണി സജയൻ, K വൃന്ദകുമാരി, ജിനി സതീശൻ, സേവ്യർ ആളൂക്കാരൻ, നികിത അനൂപ്, റോസ്മി ജയേഷ്, നീത അർജുനൻ, ശ്രീജിത്ത് പട്ടത്ത്, CDS ചെയർപേഴ്സൺ സുനിത രവി, CDS ഭാരവാഹികൾ, സെക്രട്ടറി KP ജസീന്ത എന്നിവർ സന്നിഹിതരായി. ADMC രാധാകൃഷ്ണൻ, പ്രോഗ്രാം കോർഡിനേറ്റർ മായ ശശിധരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. Always our Vice President of the Panchayat. Here, Mrs. Regi Gobi is Chairperson of our Finance Committee. All financial activities should be approved by this committee. Another standing committee is Developmental Committee. ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് വരന്തരപ്പള്ളിയിൽ സാംസ്കാരിക കലാമേള സംഘടിപ്പിച്ചു. റീസാൻ റുവാക്കോ ഫൗണ്ടേഷൻ നേതൃത്വം നൽകിയ ഭിന്നശേഷി കലാമേള KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ അഷ്റഫ് ചാലിയത്തോടി അധ്യക്ഷത വഹിച്ചു. റീസാൻ റുവാക്കോ ഫൗണ്ടേഷൻ CEO റാഹില ബുഹാരി, MD മുഹമ്മദ് സനിൽ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനം വലിയ ഒരു സംസ്ഥാനത്തെ ഒരു കൂട്ടായ്മ ഈ ദിനാചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനതല പരിപാടിയിൽ വിവിധ കലാപരിപാടികളും മറ്റുമൊക്കെയായി ഏറ്റവും മികച്ച നിലയിൽ വന്യമൃഗശല്യം തടയുന്നതിന് സർക്കാർ തലത്തിൽ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട വിപുലമായ ജനപ്രതിനിധി സംയുക്ത യൂണിയൻ മാനേജ്മെന്റ് യോഗം മുപ്പിളിയിൽ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 1 വർഷത്തോളമായി 60-ലധികം കാട്ടാനകൾ തോട്ടത്തിൽ തമ്പടിക്കുകയും റബ്ബർ മരങ്ങൾ ഉപയോഗശൂന്യമാക്കും വിധം നശിപ്പിക്കുകയും ചെയ്തതുവഴി തോട്ടം പൂർണ്ണമായും നശിക്കുമെന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് യോഗം വിലയിരുത്തി. ഇതുവഴി 1000-ലധികം തൊഴിലാളികളുടെ ജീവനോപാധി നഷ്ടമാകുമെന്നും യോഗം വിലയിരുത്തി. കേരള പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന് പരാതി നൽകുന്നതിനും മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്ത് തലത്തിൽ കാട്ടാന ശല്യത്തിനെതിരെ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് അംഗം ഷീല ശിവരാമൻ, CITU യൂണിയനെ പ്രതിനിധീകരിച്ച PS സത്യൻ, AITUC യൂണിയൻ പ്രതിനിധി KK രവി, INTUC യൂണിയൻ പ്രതിനിധി ആന്റണി കുറ്റൂക്കാരൻ, TUCI യൂണിയൻ പ്രതിനിധി KM ഹൈദർ, BMS യൂണിയൻ പ്രതിനിധി PD ശ്യാംനാഥ്, വിവിധ ട്രേഡ് യൂണിയൻ ഡിവിഷൻ കൺവീനർമാരും മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് സീനിയർ മാനേജർ ബെന്നി മാത്യുവും സംസാരിച്ചു. വഖഫ് ഭൂമിയുടെ പ്രശ്നത്തിൽ തീരദേശ മേഖലയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ദുരിതങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് കേരള ലേബർ മൂവ്മെന്റ് തൃശൂർ അതിരൂപത വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു.
KLM മുൻ ഡയറക്ടർ ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഫാദർ പോൾ മളിയൻമാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ബിജു ചെറയത്ത് അധ്യക്ഷത വഹിച്ചു. മോളി ജോബി, ജോയ് മാളിയേക്കൽ, ഷാജു ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് മോളി ജോബി, ജനറൽ സെക്രട്ടറി ബേബി വാഴക്കാല, ട്രഷറർ ഫ്രഞ്ചി ആൻസൺ എന്നിവരെ തെരഞ്ഞെടുത്തു. തൃക്കാർത്തിക ആഘോഷങ്ങൾക്കൊരുങ്ങി ക്ഷേത്രങ്ങൾ. വെള്ളിയാഴ്ച വ്രതാനുഷ്ഠാനങ്ങളോടെ ദീപങ്ങൾ തെളിയിക്കും. ദേവീക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടായിരിക്കും. കൂടാതെ തൃക്കാർത്തിക ദിനത്തിൽ വീടുകളിൽ ചിരാതുകൾ തെളിയിക്കാറുണ്ട്. തൃക്കാർത്തിക ദിനത്തിൽ തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വൈകിട്ട് 5-ന് നാദസ്വരം, കാവടി, 5:30-ന് ഭദ്രദീപം തെളിയിക്കൽ, 6:30-ന് ദീപാരാധന, തുടർന്ന് കൈകൊട്ടിക്കളി, 7-ന് പൂക്കള മത്സരം, കലാകായിക സാഹിത്യ മത്സര സമ്മാന വിതരണം, മതിക്കുന്ന് ആദിപരാശക്തി യോഗ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നൃത്തയോഗ, 7:45-ന് വിവിധ സംഘങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ചെങ്ങാലൂർ സൂര്യഗ്രാമം മലപ്പുറത്ത് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. തന്ത്രി വിജയൻ കാരുമാത്ര മുഖ്യ കാർമ്മികത്വം വഹിക്കും. 19 വരെ നടക്കുന്ന ചടങ്ങിൽ 1-ാം ദിവസം ബ്രാഹ്മി പൂജ, 2-ാം ദിവസം മഹേശ്വരി പൂജ, 3-ാം ദിവസം പൂരമഹോത്സവം, 4-ാം ദിവസം വൈഷ്ണവി പൂജ, 5-ാം ദിവസം വരാഹി പൂജ, 6-ാം ദിവസം ഇന്ദ്രാണി പൂജ എന്നിവ നടക്കും. പൂരത്തിന് കിഴക്കോട്ട് അനിയന്മാരാരും സംഘവും നടത്തുന്ന പാണ്ടിമേളവും ഉണ്ടായിരിക്കും. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പൂമൂടൽ എന്നിവ നടക്കും. രാവിലെ 11-ന് പ്രസാദ ഊട്ടുണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് കാർത്തിക വിളക്ക് തെളിയിക്കും. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ മെഡിക്കൽ ആവശ്യങ്ങൾ പെട്ടെന്നാണ് സംഭവിക്കുക. അപ്രതീക്ഷിതമായി അതുവഴി ഉണ്ടാകുന്ന ചിലവുകൾ കൈകാര്യം ചെയ്യുന്നത് പലർക്കും ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. ഇങ്ങനെ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് ഏറെ സഹായകരമായിട്ടുള്ള ഒന്നാണ് മെഡിക്കൽ ലോണുകൾ. റിപ്പോർട്ട് കാണാം. വ്യക്തിഗത വായ്പകളുമായി ഏറെ സമാനതകളുള്ളവയാണ് മെഡിക്കൽ ലോണുകൾ. അപേക്ഷ സമർപ്പിച്ച് 2 മുതൽ 7 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ വായ്പ ലഭിക്കും. പല ബാങ്കുകളും രേഖകളും യോഗ്യതകളും പരിശോധിക്കുന്നതിന് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററിയും നിലവിലുള്ള ഒരു ഉപഭോക്താവുമാണെങ്കിൽ വേഗത്തിലുള്ള വായ്പ ലഭിക്കും. മെഡിക്കൽ ലോണുകൾക്ക് ആവശ്യമായ രേഖകൾ തയ്യാറാക്കുന്നത് വളരെ ലളിതമാണ്. ID പ്രൂഫിനായി പാൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് എന്നിവയും, വിലാസത്തിന് തെളിവിനായി പാസ്പോർട്ട്, യൂട്ടിലിറ്റി ബില്ലുകൾ, ആധാർ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാൻ കാർഡും, വരുമാന തെളിവിനായി 3 മാസത്തെ ശമ്പള സ്ലിപ്പുകളും 2 വർഷത്തെ ഫോം 16 അല്ലെങ്കിൽ ആദായ നികുതി റിട്ടേണുകളും വായ്പയ്ക്കായി സമർപ്പിക്കാം. ചില ബാങ്കുകൾ 6 അല്ലെങ്കിൽ 7 വർഷം വരെ നീളുന്ന കാലാവധിയിലാണ് വായ്പ നൽകുന്നത്. സാമ്പത്തിക സ്ഥിതിക്ക് അനുയോജ്യമായ ഒരു തിരിച്ചടവ് പ്ലാൻ തിരഞ്ഞെടുക്കാം. ഇനി ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. സമഗ്ര ശിക്ഷ കേരളം തൃശൂർ ജില്ലാ പ്രൊജക്ട് ഓഫീസിന്റെ കീഴിൽ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന KGBV ഗേൾസ് ഹോസ്റ്റലിലേക്ക് വനിതാ പാർട്ട് ടൈം ടീച്ചറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഡിസംബർ 18 രാവിലെ 10:30 ഹോസ്റ്റലിൽ നടത്തും. പ്രായം 25-നും 50-നും ഇടയ്ക്ക്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും BEdുമാണ് യോഗ്യത. വിലാസം KGBV ഗേൾസ് ഹോസ്റ്റൽ, GLPS ഈസ്റ്റ് ചാലക്കുടി കോമ്പൗണ്ട്, ചാലക്കുടി. പിൻകോഡ് 680307. ഫോൺ 048723233841. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7285, പവന് 58,280 രൂപ. കല്ലൂർ നായരങ്ങാടി അടാട്ട് രാമൻ നായർ ഭാര്യ ഞാണൂര് ഗൗരിയമ്മ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുകുമാരൻ, ഗംഗാധരൻ, പ്രഭാവതി എന്നിവർ മക്കളും, ഹേമലത, പരേതനായ രാമചന്ദ്രൻ എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര രാപ്പാൾ വേലപ്പറമ്പിൽ ശിവരാമൻ ഭാര്യ വിജയകുമാരി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷൈജു, ഷീജ എന്നിവർ മക്കളും, പ്രവീണ, സോണി തോമസ് എന്നിവർ മരുമക്കളുമാണ്.
മണ്ണമ്പേട്ട ചാർത്തായി ചന്ദ്രൻ ഭാര്യ സീത അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 8:30 വടൂക്കര ശ്മശാനത്തിൽ നടക്കും. ജിജോഷ്, ജിലേഷ്, ജിജീന എന്നിവർ മക്കളും രശ്മി, അഞ്ജു, ഷാജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. CPM കൊടകര ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് പ്രതിഷേധങ്ങൾ വിവിധയിടങ്ങളിൽ നടത്തി. കുടിവെള്ളത്തിനും കാർഷികാവശ്യങ്ങൾക്കും വെള്ളം തുറന്നുവിടുന്ന പീച്ചി ഇടതുകര കനാൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി. ദുരിതം പേറി അളഗപ്പ നഗർ പഞ്ചായത്തിലെ ചൈതന്യ നഗർ നിവാസികൾ. ശാസ്ത്രഭൂം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച വയോധികയുടെ സംസ്കാരം നടത്തി. മീനാക്ഷിയുടെ കുടുംബത്തിന് അടിയന്തരമായി നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് KK രാമചന്ദ്രൻ MLA. കൊടകര പുത്തൂക്കാവ് ഈശ്വരമംഗലം ശിവക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി വരന്തരപ്പള്ളിയിൽ സാംസ്കാരിക കലാമേള സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.